പാകിസ്ഥാനിലെ ലാഹോറിൽ തുടർ സ്ഫോടനങ്ങൾ. 3 സ്ഫോടന ശബ്ദം കേട്ടതായി പാക് മാധ്യമങ്ങൾ. സ്ഫോടനം വോൾട്ടൺ എയർഫീൽഡിന് സമീപമെന്ന് അനൌദ്യോഗിക വിവരം. സ്ഫോടന ശബ്ദത്തിന് മുൻപ് തുടർച്ചയായി സൈറൺ മുഴങ്ങിയെന്നും റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അല്പസമയത്തിനകം. യോഗം 11 മണിക്ക് പാർലമെന്റിൽ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യം സ്വീകരിക്കേണ്ട നയതന്ത്ര നടപടികളും സുരക്ഷാ നീക്കങ്ങളും പ്രധാന അജണ്ട. അതിർത്തിയിൽ തുടരുന്ന പാക് പ്രകോപനത്തിലെ തുടർ നീക്കങ്ങളും ചർച്ചയാവും. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. പാക് അധീന കശ്മീരിലും പൂഞ്ചിലും നടന്ന ആക്രമണങ്ങളിൽ ഒരു ജവാനടക്കം 15 പേർ മരിച്ചു. മരിച്ചത് ലാൻസ് നായിക് ദിനേശ് കുമാർ. ജമ്മു കശ്മീരിലെ കുപ്വാരയിലും അതിർത്തി കടന്ന ഷെല്ലാക്രമണം നടത്തി പാകിസ്ഥാൻ. ആക്രമണം കർണ പ്രദേശത്തെ ജനവാസ മേഖല ലക്ഷ്യമിട്ടെന്ന് റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ കേരളത്തിലെത്തിയിരുന്നതായി NIA. സജാദ് ഗുൽ കേരളത്തിൽ പഠിച്ചത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ്. തിരിച്ചെത്തി കശ്മീരിൽ ആരംഭിച്ച ലാബ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നും ആക്രമണത്തിന് പിന്നിൽ TRF തലവൻ ഷെയ്ഖ് സജാദ് ഗുൽ എന്നും NIA റിപ്പോർട്ട്. നന്ദൻകോട് കൂട്ടക്കുലക്കേസിൽ വിധി ഇന്ന്. ശിക്ഷ വിധിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. പ്രതി കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും. കൊലയ്ക്ക് പിന്നിൽ കുടുംബത്തോടുള്ള പ്രതികാരമെന്ന് പ്രോസിക്യൂഷൻ. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട്. മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്ക്. പരിക്കേറ്റത് നല്ലതണ്ണി കല്ലാർ സ്വദേശി ഷൈനിക്ക്. ആക്രമണം ഷൈനി ജോലിക്ക് പോകുന്നതിനിടെ. മുഖത്തിന് സാരമായി പരിക്കേറ്റ ഷൈനി ചികിത്സയിൽ. വയനാട് മാനന്തവാടിയിൽ അച്ഛനെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. മരിച്ചത് എടവക സ്വദേശി ബേബി. മകൻ റോബിൻ കസ്റ്റഡിയിൽ. കൊലപാതകം കുടുംബ വഴക്കിനെ തുടർന്നു. തിരുവനന്തപുരത്ത് KSRTCയും ബൈക്കും കൂട്ടിയിടിച്ച് 21-കാരന് ദാരുണാന്ത്യം. മരിച്ചത് പള്ളിപ്പുറം സ്വദേശി ആഷിഖ്. KSRTC ബസ് വന്നത് വൺ വേ തെറ്റിച്ച്. അപകടം മുഴുത്തിരിയാവട്ടത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത്. മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് ഇന്നും തുടരും. ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ തീരുമാനമായില്ല. സിസ്റ്റൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് ഉയർന്നത് കറുത്ത പുക. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കുന്ന 2 റൗണ്ട് വോട്ടെടുപ്പുകൾ കൂടിയുണ്ട്.